സ്ക്രീനിൽ കണ്ടത് പൃഥ്വിരാജിനെയല്ല, നജീബിനെ തന്നെ. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. സ്ക്രീനിൽ കണ്ടത് പൃഥ്വിരാജിനെയല്ല, നജീബിനെ തന്നെ. പറയുന്നത് മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കമാണ്. മലയാളത്തിന്റെ എക്കാലത്തെയും വലിയ മാസ്റ്റർ പീസ് ചിത്രമായി അങ്ങനെ ആടുജീവിതം പിറന്നു വീട് കഴിഞ്ഞു. സ്ക്രീനിൽ കണ്ടത് അക്ഷരാർത്ഥത്തിൽ നജീബിന്റെ ജീവിതം തന്നെ. പ്രേക്ഷകരുടെ നെഞ്ചിൽ ഒരുപാട് നീറലായി മാറുകയാണ് ബ്ലെസ്സിയുടെ ആടുജീവിതം എന്ന ചിത്രം. ഒരുപാട് ദുർഘടം പിടിച്ച വഴികളിലൂടെ സഞ്ചരിച്ച് ബ്ലെസ്സി എത്തി നിൽക്കുന്നത് മലയാളത്തിന് എക്കാലവും അഭിമാനമാകാവുന്ന ഒരു കലാസൃഷ്ടിക്ക് ജന്മം നൽകിയ സംവിധായകൻ എന്ന ഗാഥയിലേക്കാണ്. ഇതെല്ലാം ഒരു കഥയല്ലേ? ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നവർക്കുള്ള ഉത്തരം തന്നെയാണ് ജീവനോടെയുള്ള നജീബ്. ചെറുമകൾ മരിച്ചതിന്റെ വേദനകൾക്കിടയിലും അണിയറ പ്രവർത്തകരുടെ നിർബന്ധത്തെ തുടർന്ന് നജീബ് ആടുജീവിതം കാണാൻ തിയേറ്ററുകളിൽ എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ താൻ എങ്ങനെയായിരുന്നു അത് തന്നെയാണ്, ആ ഒരു നജീബിനെ തന്നെയാണ് പൃഥ്വിരാജിൽ കാണാൻ സാധിച്ചത്. പൃഥ്വിരാജിനെ കണ്ടിരുന്നെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്താൻ എന്നുകൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിൽ ഈ സിനിമയെക്കുറിച്ച് ഒരുപാട് പേർ പുകഴ്ത്തുന്നതിടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു സിനിമ കണ്ട അനുഭവം വോയിസ് ക്ലിപ്പായി എനിക്ക് അയച്ചു തന്നു. അതെന്തായാലും ഞാനിന്ന് ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് തരുന്നുണ്ട്. ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഏതായാലും ആ വീഡിയോ ഒന്ന് കേട്ട് അതൊന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആടുജീവിതം എത്തരത്തിലുള്ള ഒരു സിനിമയാണെന്ന്. ഉറപ്പായും തിയേറ്ററിൽ കാണുന്ന സിനിമ എന്നാണ് എൻ്റെ സുഹൃത്ത് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ട മികച്ച സിനിമകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സിനിമയായി മാറുകയാണ് ആടുജീവിതം. ആ ഒരു കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ആ നജീബിന്റെ അവസ്ഥയിലേക്ക് നമ്മളെ കൂടി കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സിനിമ എന്നാണ് ദ ഗോട്ട് ലൈഫ് അഥവാ ആടുജീവിതം എന്ന സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കി ബ്ലെസ്സി ഒരുക്കിയ ആടുജീവിതം അക്ഷരാർത്ഥത്തിൽ നോവലിനെ പോലെ തന്നെ യശസ് കേരളത്തിന് പുറത്തേക്കും ഉയർത്തുന്ന ഒരു സിനിമയായി മാറുകയാണ്. നോവലാകട്ടെ വലിയ രീതിയിൽ തന്നെ ആളുകൾ ഏറ്റെടുത്തതാണ്. ഒരുപാട് അവാർഡുകളും ഖ്യാതികളും ഒരുപോലെ നേടിയെടുത്ത സിനിമ. സാഹിത്യ അക്കാദമി അവാർഡും അതുപോലെ തന്നെ ഒട്ടനവധി അവാർഡുകളും മറുഭാഷകളിലേക്ക് ഏറ്റവും കൂടുതൽ വിറ്റഴിയപ്പെട്ട, റീമേക്ക് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യപ്പെട്ട ചിത്രം അല്ലെങ്കിൽ പുസ്തകം എന്നുള്ള ലെവലിലൊക്കെ ഈ ഒരു കഥ അറിയപ്പെട്ടതാണ്. അതൊരു സിനിമയായി മാറുമ്പോൾ അതും ജീവിതം കരുപിടിക്കാൻ ഒരു പെട്ടി സ്വപ്നങ്ങളുമായി മണലാരത്തിലേക്ക് എത്തിപ്പെട്ട മലയാളികളിൽ ഒരാളുടെ അനുഭവിച്ച ജീവിതവും വേദനയും ദുർഘടം പിടിച്ച ജീവിത യാത്രകളും ഒക്കെ നിറഞ്ഞ സിനിമ. അതെന്തായാലും നിങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞ ആ ഓഡിയോ ക്ലിപ്പ് കൂടി ഒന്ന് കേട്ടുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. സിനിമ നിങ്ങൾ കാണുക. സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഏതായാലും ഈ ഒരു ഓഡിയോ ക്ലിപ്പ് കൂടി കേട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. മാഷെ, ഞാൻ പറഞ്ഞല്ലോ, പടം ഒരു രക്ഷയില്ല. ഇനി ഏതാരും മേടിച്ചില്ല, എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു പടം. അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ എല്ലാ കാസ്റ്റും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഞാനിത് എന്താ പറയാ, എന്റെ ഒരു കൂട്ടുകാരെ വിളിച്ചിട്ട് ബുക്ക് ചെയ്യട്ടെ എന്ന് പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഒരു പെട്ടെന്ന് വന്ന് പോയ ഒരു സംഭവമാണ്. അത് ശരി, പക്ഷെ ഒരു രക്ഷയില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പടം. അത് ശരിക്കും നമ്മള് ആ ഒരു എന്താ പറയാ, നമ്മൾ വിദേശത്തേക്ക് ഇതുപോലെ ജോലി തേടി ഗൾഫിലേക്ക് മറ്റും പോകുന്ന പ്രവാസികളുടെ അല്ലെങ്കിൽ പ്രവാസിയുടെ അതിദാരുണമായ ജീവിത അനുഭവത്തിന്റെ ഒരു കഥ. നമ്മൾ ശരിക്കും ആ മരുഭൂമിയിൽ നമ്മളുമായ പോലെ നമുക്ക് തോന്നും കുറെ നേരത്തേക്ക്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് പടം പൃഥ്വിരാജിന്റെ കരിയറിൽ തന്നെ ഏറ്റവും ടോപ്പ് പടം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അത്രയും നല്ല പടമായിട്ടുണ്ട്. മിക്കവാറും എന്തായാലും സ്റ്റേറ്റ് അവാർഡ് ഉറപ്പാണ്, നാഷണൽ അവാർഡും കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി അത് വേറെ ലെവലുകളിലേക്ക് പോകട്ടെ എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. ഓസ്കാർ ലെവലുകളിലേക്കൊക്കെ ഒരു അപ്രിസിയേഷൻ പോകട്ടെ എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഓഡിയോ ക്ലിപ്പ് കേട്ട് കഴിഞ്ഞു എന്ന് കരുതുന്നു. ഏതായാലും ഓഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ആ സിനിമ കണ്ടു കഴിഞ്ഞ ഉടനെ എനിക്ക് അയച്ചു തന്ന എൻ്റെ സുഹൃത്തിന് പ്രത്യേക നന്ദി പറയുകയാണ്. ഒരു ഗായകൻ കൂടിയായ, ഒരു അധ്യാപകൻ കൂടിയായ എൻ്റെ സുഹൃത്ത് ജിബിന് പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ. അദ്ദേഹം നല്ല സിനിമയെ സ്നേഹിക്കുന്ന നല്ലൊരു കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എനിക്കറിയാൻ കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് എത്രയും പെട്ടെന്ന് ഈ സിനിമ കാണണമെന്നുള്ള ഒരു വലിയൊരു ആഗ്രഹം തോന്നുകയാണ് ഉണ്ടായത്. കാരണം ഈ സിനിമ കാണാൻ എനിക്ക് സാധിക്കാത്തൊരു അവസ്ഥയായിരുന്നു ഇന്നുള്ളത്. നാളെയും അതിനുള്ളൊരു അവസ്ഥ എനിക്ക് ഒരുങ്ങി വന്നിട്ടില്ല. അത്യാവശ്യം ജോലി തിരക്കുകളും അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും ആത്മീയ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നാളെ ദുഃഖവെള്ളിയാണ്, പള്ളിയിൽ പോക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് സിനിമയ്ക്ക് നാളെ പോകാനുള്ള ഒരു അവസരം ഒത്തുവരുന്നില്ല. അടുത്ത ദിവസം സിനിമ കണ്ട് നിങ്ങളുമായിട്ട് ഈ ഒരു റിവ്യൂ ചെയ്യണമെന്നും റിയാക്ട് ചെയ്യണമെന്നും ഞാൻ ആഗ്രഹിക്കുകയാണ്. ആടുജീവിതം നിങ്ങൾ തിയേറ്ററിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.